പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 91 സങ്കീർത്തനം 2-ാം തിരുവചനം. സങ്കീർത്തനം 91:2. കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. കർത്താവ് ആണ് ഈ പാറയെന്ന് പറയുന്ന ആള്. സങ്കേതം എന്ത് സംഭവിച്ച ഈജിപ്തുകാർ ഇപ്പം ഈ 91 സങ്കീർത്തനമില്ലേ, അതൊരു യുദ്ധ സങ്കീർത്തനത്തിൻ്റെ ഒരു യുദ്ധകാല പരിസ്ഥിതിയിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. നമുക്ക് വാർ ടൈമില്ലേ, വാർ റൂം എന്നൊക്കെ പറയുന്നത്, വാർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യുദ്ധകാല പരിസ്ഥിതിയിൽ കുരുക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ അകത്താണ് പറക്കുന്ന അസ്ത്രമൊക്കെ വരണത്. അതിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് എൻ്റെ റീഡ് അഗെയിൻ കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അപ്പൊ നിങ്ങള് സങ്കീർത്തനം കേട്ടിട്ട് പറയണ്ട, സ്വന്തമായിട്ടൊന്ന് പറഞ്ഞേ, കർത്താവ് എന്റെ സങ്കേതവും എന്റെ കോട്ടയുമാണ്. അതെന്താ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ സങ്കേതവും കോട്ടയും എന്ന് പറഞ്ഞ കാരണം അത് യുദ്ധകാല പരിസ്ഥിതിയിലാണ്. ഒരു ഇസ്രയേലിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം തന്നെ ഈശോ പറഞ്ഞിട്ടില്ലേ, എന്താണ്, നിങ്ങളെ യൂദയായിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ മലമുകളിലേക്ക് പോകട്ടെ എന്ന് പറയുന്നത്. മലമുകളിലൊക്കെ ഒത്തിരിയേറെ ഇതുപോലെ സങ്കേതങ്ങളുണ്ടാവും. ദാവീദും സാവൂളും തമ്മിൽ യുദ്ധം ചെയ്തപ്പോഴും സാവൂള് ഒളിച്ചിരുന്നതും അതുപോലെ തന്നെ ദാവീദ് ഒളിച്ചിരുന്നതുമൊക്കെ ഇതുപോലെ ഗുഹയിലാണ്. ഇതിനാണ് സങ്കേതമെന്ന് പറയണത്. മലയിലെ സങ്കേതമെന്ന് പറയണത് മലയിലെ പാറയിടുക്കും ഗുഹകളുമാണ്. എന്ന് വെച്ചാൽ ഇത് ഇസ്രയേൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജിയോഗ്രഫിക്കൽ റീജിയനിൽ അവരനുഭവിച്ച ഒരു വലിയ സുരക്ഷിത സങ്കേതമാണ്. അതവർ ദൈവത്തേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എന്താണ് കാരണം? ഏത് ഗുഹയിലിരുന്നാലും ശത്രുക്കൾ വന്ന്, ഇപ്പം സാവോൾ ഗുഹയിലിരുന്നപ്പോൾ സാവോൾ വന്ന് അദ്ദേഹത്തിൻ്റെ മേലേക്ക് മുറിച്ചുകൊണ്ട് പോയില്ലേ. അപ്പോൾ അതൊന്നും സുരക്ഷിത സങ്കേതമാണെന്ന് പറഞ്ഞാൽ സുരക്ഷിതമല്ലല്ലോ. പക്ഷേ സുരക്ഷിതമായ സങ്കേതം കർത്താവ് മാത്രമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നീ എൻ്റെ സങ്കേതവും ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ ഹൃദയവുമാ അടിയനിതാ അടിയനിതാ നാഥ അടിയനിതാ നാഥ അടിയനിതാ നാഥ അടിയനിതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വചനമാണ്. നിങ്ങൾ പാറ എന്ന് പറയുമ്പോൾ, ഒരു കോട്ട എന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊന്നും അല്ല പ്രശ്നം. അതായത് കർത്താവിനാണ് ഇവർ പാറ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാശക്കുഴിയാണ്, കുഴഞ്ഞ ചേറെന്ന് പറഞ്ഞ നാശക്കുഴിയാണ്. എപ്പോഴും ആണ്ടുപോകാൻ നമ്മൾ ചിലപ്പോൾ ദുഃഖത്തിൽ ആണ്ടുപോകും, ചിലപ്പോൾ പ്രതികാരത്തിൽ ആണ്ടുപോകും, ചിലപ്പോൾ മ്ലേച്ഛതകളിൽ ആണ്ടുപോകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരും.
ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പം ദൈവത്തിന് സഹകരിക്കാൻ പറ്റുന്ന ഒരു ഇടത്തിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യണത്. അതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് മോസസിന് പ്രതികാരം, വൈരാഗ്യം, മത്സരം, അങ്ങനെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഹൊറേബിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈജിപ്തിൽ നിന്ന് ഹൊറേബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞ വാക്ക് എന്താണ്? എനിക്കിവിടെ വെച്ച് നിന്നെ സഹായിക്കാനും നിന്നോടുകൂടെ പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു ഇടമാണ്. നിൻ്റെ ചെരുപ്പ് ഊരി വെക്കണം. അത് പിന്നെ എന്ത് ചെയ്യണം? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും പരിശുദ്ധമാണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഒരു കൺവേർഷൻ നമുക്ക് സംഭവിക്കണത്, അപ്പോൾ ആ സ്ഥലം പരിശുദ്ധമായിട്ട് മാറും. ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ഏരിയ ആയിട്ട് മാറും. അതായത് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലിയാക്കി മാറ്റണം. അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രീ റെക്വിസിറ്റാണിത്. അതായത് നിങ്ങളെ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലിയാക്കി മാറ്റുക. എന്ത് സംഭവം? ഹൊറേബിലേക്ക് മോസസിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പറയണത് എന്താണ്? നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്. അപ്പം നേരത്തെ നീ പ്രതികാരവും വൈരാഗ്യവും മത്സരവും എല്ലാം നാശക്കുഴിയിൽ കുഴഞ്ഞ ചേറ്റി കിടക്കുകയായിരുന്നു. അവിടുന്ന് ഞാൻ നിന്നെ തിരിച്ച് വിളിച്ചിരിക്കുകയാണ്. ഇനി എന്താ വിളിക്കുമ്പോൾ ഈ പാറപ്പുറവെന്ന് പറയണത് പോലെ തന്നെ പറയണത് ഒരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന പാറയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു വ്യക്തി പാറയായിട്ട് കൺവേർഷൻ ചെയ്യും. അതാണ് വിഷയം. നമ്മളൊരു പാറയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എപ്പോഴും മത്തായി ശ്രീകാട് സുവിശേഷം 7:24 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിനെ സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിനെ സ്തുതികൾ തന്നെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 7:24. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും ശ്രദ്ധിപ്പറ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഇതാണ് ഇതിന്റെ ഗുഡൻസ് എന്ന് പറയുന്നത്. വേറെ ചുമ്മാ പാറയും മണ്ണും പറയുകയല്ല. അതായത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ബൈബിള് ഒരു വ്യക്തിയുടെ ആധ്യാത്മികതയെ ബിൽഡപ്പ് ചെയ്യണത്. അതായത് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് എല്ലാ വിഷയങ്ങളോടും ആവശ്യമില്ലാതെ പ്രതികരിക്കുകയും ചിലപ്പോൾ നമ്മൾ തന്നെ വീക്ക് വാങ്ങിക്കും, ചിലപ്പോൾ നാട്ടുകാരൊക്കെ ചിലപ്പോൾ അവർക്ക് തിരിച്ച് പണി കൊടുക്കും. ഇങ്ങനെ നാശക്കുഴി കിടന്ന് കുഴഞ്ഞു മറിഞ്ഞ് കിടന്ന ആൾക്കാരെ വീണ്ടെടുക്കാനും ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന ഫസ്റ്റ് ഡോസ് എന്താണത്? വചനം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ്റെ ഈ വചനം കേൾക്കുകയും എൻ്റെ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്.
തുല്യനാണ്. അപ്പോഴേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവൻ പലതരത്തിൽ ദൈവത്തിൻ്റെ വചനം നിരാകരിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലുമൊക്കെ ആശ്രയിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ കുഴപ്പവും മുറിവുകളും ഒക്കെ ഉണ്ടാക്കി നാശക്കുഴി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഇവന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യണത് അവനോട് പറയും ദൈവവചനം അനുസരിച്ച് ജീവിതം പുനഃക്രമീകരിക്കാൻ ചെയ്യും. ദാറ്റ് ഇസ് കവനൻറ്റ്. മനസ്സിലായില്ലേ? ഇവിടെയാണ് കവനൻറ്റ് വരുന്നത്, ഉടമ്പടി വരുന്നത്. അങ്ങനെയാണ് നാശക്കുഴി എന്നുള്ള രക്ഷിക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു മെത്തേഡാണ് ഉടമ്പടി. അപ്പോൾ ദൈവം പറയും എനിക്ക് നിന്നെ കമ്മ്യൂണിക്കബിളായിട്ട് ഇപ്പം നമ്മൾ ചിലരോട് മൊബൈൽ വിളിക്കുമ്പോൾ പറയും നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയത്തില്ലേ? അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഒരാളുമായിട്ട് മൊബൈൽ സംസാരിക്കുമ്പോൾ പറയും നമ്മൾ കീ കുക്കു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഏയ് നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയും. എന്താ കാര്യം? ദൈവം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യും. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് റേഞ്ചുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി നിർത്തും. മോസസിന് റേഞ്ചില്ലാത്ത സ്ഥലത്ത് നിന്ന ആളാണ് മോസസ്. എബ്രാഹിം റേഞ്ചില്ലാത്ത സ്ഥലത്ത് നിന്ന ആളാണ്. കാര്യം വല്ല മഹാപോക്രികളായിരുന്നു. മഹാപോക്രികളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അവനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് വിഷയമാണ്. അത് വിട്ടുപോരാൻ പറയും. അതുകൊണ്ട് വിട്ടുപോരാൻ ലോത്തിനോടൊക്കെ പറയത്തില്ലേ, നിങ്ങൾ അവരെ വിട്ടുപോരാനൊക്കെ പറയത്തില്ലേ? അതായത് എപ്പോഴും ചില സമയത്ത് ദൈവത്തിന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് വിട്ടുപോരുക. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ. ഉൽപ്പത്തി 19:14 ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാൻ എന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ ഈ സ്ഥലം വിട്ടുപോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുക. അപ്പൊ കർത്താവ് നശിപ്പിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപോരാൻ ഷിഫ്റ്റ് ചെയ്യാൻ പറയും. അതായത് നമ്മൾ തിന്മകളിലാണെന്നെങ്കിൽ അവിടെ എപ്പോഴായാലും നാശം വരും. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ തിന്മയുടെ ഒരു അവസ്ഥയിലാണ്, കെട്ടുപാടിലാണ്, ചുറ്റുപാടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വിട്ടു പോരേണ്ടി വരും. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം. കമ്മ്യൂണിക്കബിൾ റേഞ്ചുള്ള ഏരിയയിലല്ല നിൽക്കണത്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിരക്കാത്ത പ്രണയത്തിലും മറ്റു കാര്യങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മുട്ടുകയെന്ന് കർത്താവിൻ്റെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. കർത്താവ് ഞാൻ അകപ്പെട്ടതാണ്, അല്ലെങ്കിൽ എന്നെ അകപ്പെടുത്തിയതാണ്. ഇപ്പം ഞാൻ ചെയ്യണ എല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. ആണല്ലേ പെണ്ണല്ലേ, രണ്ട് ജാതിയല്ലേ, പിന്നെ അടുത്ത് വേറെ എന്നാ നോക്കാനാണ് എന്ന് പറയാം. അങ്ങനെ നോക്കി അപ്പം നമ്മൾ ആ രീതി പെട്ടിരിക്കുകയാണ് സാധനം. നമ്മൾ പെട്ടതാണ്. ആണും അല്ലേ, ഇന്ന് രണ്ട് ജാതിയല്ലേ, ആണും പെണ്ണും രണ്ട് ജാതിയല്ലേ ഉള്ളു. പിന്നെ എന്താ ഇതിൻ്റെ അത് വേറെ അതൊക്കെ പിന്നെ മതക്കാരുണ്ടാക്കുന്ന സംഭവമല്ലേ. പക്ഷേ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഉൽപ്പന്നമല്ല വിശ്വാസം. ആണോ? ഹൈബ്രിഡ് ഉൽപ്പന്നം അല്ലല്ല. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഊതിക്കാച്ചി പൊന്നുപോലെ 10,000 ദൈവദാസന്മാരുടെ ജീവിതം കൊണ്ട് വിശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത ഏറ്റവും ശക്തമായ ഒരു ഉറപ്പുള്ള സ്ഥലത്താണ്. കാര്യം അതിൻ്റെ ഇപ്പം നമ്മുടെ വിശ്വാസത്തിൽ തന്നെ എന്തുമാത്രം അസ്ഥിഭദ്രതയാണുള്ളത്. ഇപ്പം ശബശാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന സഭ അത് വൃത്തികേടായിട്ട് 50 പെരുന്നാളാക്കി മാറ്റി. അതിന് നമുക്ക് പണി വരുന്നുണ്ട്, അതിരിക്കട്ടെ, ഞാൻ അത് പറയണില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പേക്കൂത്താണ് 50 പെരുന്നാളായിട്ട് നടത്തുന്നത്? ഊളപ്പാട്ടൊക്കെ പാടി, പൂളക്കള്ളൊക്കെ കുടിച്ച് പൂളക്കള്ളം കുടിച്ച് ഊളപ്പാട്ടും പാടി പിശാസിന് വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സെബസ്ത്യാൻ 50 മുറിഞ്ഞ് ചത്തത് എന്തിനാണ്? ഈ മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട് മകളെ കെട്ടിച്ച് കൊടുക്കാവുന്ന ഡേക്കുലേഷൻ പറഞ്ഞു, പറമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. തൻ്റെ പറമ്പും വേണ്ട എനിക്ക്, തൻ്റെ പെണ്ണിനെയും വേണ്ട, ഞാൻ വിശ്വസിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിരുമാറ് കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായപ്പോൾ അവന് വേണ്ടി വേലപ്പട്ടിനെ കാണിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ വെറുതെ വിടുക ദൈവം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ സഭയിൽ നിന്ന് മാറ്റേണ്ടതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈ വീശിക്കൊണ്ട്
ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഏരിയ, റേഞ്ചുള്ള ഏരിയ, ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഇടത്തിലേക്ക്, അതാണ് ഉടമ്പടി ആദ്യം ചെയ്യണത്. ഉടമ്പടി എന്താ ചെയ്യണത്? അനുതപിക്കുക, അനുസരിച്ചാൽ നിങ്ങൾ അത്ഭുതം പ്രാപിക്കും. അതാണ് സംഭവം. ആദ്യം അനുതാപത്തിലേക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുന്നല്ലേ, അനുതാപം എന്ന് പറയുമ്പോൾ നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ പൊതുവെ പറയുന്ന ഒരു അനുതാപമല്ല. ഉടമ്പടിയിൽ അനുതാപം എന്ന് പറയുന്നത് ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ തലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നതിൻ്റെ അർത്ഥം. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന, നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന, അതിന് കുറച്ച് വിട്ടു പോരേണ്ടി വരും. മനസ്സിലായേ? ലോത്തിൻ്റെ അപകടം എന്താ സംഭവിച്ചത്? ലോത്ത് കൂടാരം സൊദോം വരെ നീട്ടിയടിച്ചു. അതാണ് പ്രശ്നം. ലോത്തിൻ്റെ പ്രോബ്ലം അതല്ലേ? ലോത്ത് നശിക്കാനുണ്ടായിരുന്ന ഇടവ് എന്താണ്? ലോത്തിന് പിന്നീട് ഈ ജോർദാനൊക്കെ ലോത്തിന് ആകാൻ കാര്യം എന്താണ്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ കിട്ടിയോ അല്ലെങ്കിൽ മരുഭൂമി കിട്ടിയോ എന്നല്ല. മരുഭൂമി കിട്ടി എബ്രാഹാം തെളിഞ്ഞു പോവുകയും ചെയ്തു. ജോർദാൻ അന്ന് നനച്ച് വളർത്തപ്പെട്ട വസ്തു പുരയിടങ്ങൾ കിട്ടിയ ലോത്ത് നശിക്കുകയും ചെയ്തു. എൻ്റെ മക്കളെ, നാശവും നന്മയൊക്കെ അന്തിമമായി തീരുമാനിക്കണ കർത്താവാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കണത്. പ്രൈസ്തവരോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രം ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രം ദൈവമെന്നും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബൈബിളിലെ ശക്തമായൊരു വേർഡാണ് ഞാൻ അന്വേഷിക്കുന്നത്. ലോത്ത് സൊദോം വരെ തൻ്റെ കൂടാരം നീട്ടി നിർമ്മിച്ചു. ലോത്തിൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ അവരുടെ കൂട്ടുകെട്ടില്ലേ. സൊദോമിൻ നിവാസികളെക്കുറിച്ച് അറിയാമല്ലോ. ദൈവം നശിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സമൂഹമാണ്. ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ സഭയിൽ സംഭവിച്ച ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ ദയനീയാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോസെക്സ്വൽസിൻ്റെ വിവാഹം ജർമ്മൻ മെത്രാന്മാർ ബ്ലസ് ചെയ്തതാണ്.
അതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത്. സ്വതം നിവാസികളാണ് പുരുഷന്മാരും തമ്മിൽ ഇണചേർന്നിരുന്നത്, സ്ത്രീകളും തമ്മിൽ ഇണചേർന്ന് ദൈവം അതിനെ മ്ലേച്ഛമായിട്ട് നശിപ്പിച്ച സ്ഥലമാണ്. ഈ നാശത്തിൻ്റെ സംസ്കാരം വീണ്ടും ഈ കാലങ്ങൾ രൂപപ്പെട്ടു വന്നത് ചില മെത്രാന്മാർ അതിനെ ആശീർവദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചാർജിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതിനെ റിയാക്ട് ചെയ്തേനാ. സത്യത്തിന് സൂക്ഷിപ്പുകാരാവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഹോളി സീ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് സാക്ഷികളായി പരിഷ്കരിക്കാൻ അത് ശക്തമായ സമയത്ത് മനുഷ്യൻ്റെ മുഖം നോക്കാതെ വിശുദ്ധിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ സഭയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ വീശി ഒന്ന് ചേർന്ന് പാടാം. ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, സ്നേഹമേ, സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അന്ന് മുതലാണ് എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞത്, എന്താ പറഞ്ഞത്? നീ കുറ്റമറ്റവനായിരിക്കണം, ലോത്തിനെ പോലെ ആവരുതെന്ന്. അതാണ് വിഷയം. ലോത്തിൻ്റെ വിഷയം, ലോത്ത് ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് തൻ്റെ ശിക്ഷാവിധി ഏറ്റുമേടിച്ച നിമിഷം ലോത്തിനോട് വേർപിരിഞ്ഞു പോരാൻ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു എബ്രാഹാം. സ്വന്തം സഹോദരൻ്റെ മകനാണ് ലോത്ത് സഹോദരൻ്റെ മകനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ പാപകരമായ സാഹോദര്യം കോംപ്രമൈസ് ചെയ്യണില്ല. അതാണ് വിഷയം. ഇപ്പം നിങ്ങളുടെ സഹോദരൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥയില്ല. ലോത്ത് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം, ലോത്തിനെ വേർപിരിഞ്ഞതിന് ശേഷം എബ്രാഹാം ലോത്തിനെ പിന്നെ രക്ഷിച്ചു. പക്ഷേ പിന്നീട് അവർ പിരിയുകയും ചെയ്തു. പക്ഷേ എന്നാലും ലോത്ത് എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം പ്രോബ്ലമാണ്. കാര്യം അയാളുടെ മനസ്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരണത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് പിരിയാൻ വേണ്ടി, പക്ഷേ എബ്രഹാം ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അതേ വിഷയം തന്നെയാണ്. ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നപ്പോൾ അതിൻ്റെ കൂടെ ഹാരാൻ്റെ കൂടെ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ കൂടി വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഹാരാനിൽ നിന്ന് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? എബ്രാഹിം ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന വിഗ്രഹാരാധനയും ഇതുപോലെ സ്വജന വർഗഭോഗവും സ്വവർഗഭോഗവും ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട മ്ലേച്ഛമായ ജീവിതത്തിൽ നിന്നാണ് എബ്രാഹത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ വിളിച്ചുകൊണ്ട് പോകുന്നപ്പോഴേ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കൂടെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ദൈവം ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. അതാണ് വിഷയമായി പോയത്. ഇപ്പം യാക്കോബിൻ്റെ 2 ലേയായും റാഖേലും പോന്നപ്പോൾ റാഖേലും അവിടുന്ന് ലാബാൻ്റെ അടുക്കൽ നിന്ന് തിരിച്ച് വാഗ്ദാന നാട്ടിലോട്ട് പോരുമ്പോൾ അവരുടെ വിഗ്രഹത്തെ കൂടി റാഖേൽ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നായിരുന്നു, ഇല്ലേ? അതാണ് വിഷയം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് യാക്കോബുമായിട്ട് മൽപ്പിടുത്തത്തിന് ദൈവം തയ്യാറായതിന് കാര്യം. ഇവൻ്റെ എളി ഉളുക്കി കളയാൻ കാരണം അതാണ്.
ഇവൻ വിചാരിച്ച് ഇവൻ കുറേ ധാരണയാണ്, കുറേ എനിക്ക് ആടുണ്ട്, പശുവുണ്ട്, ഒട്ടകമുണ്ട്, അതെല്ലാം കൊടുത്ത് ചേട്ടായിയെ വശത്താക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചേട്ടായിയെ കണ്ടപ്പോൾ ചേട്ടായി യേശാവ് പറഞ്ഞു, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ കടിഞ്ഞുള്ള അവകാശം അടിച്ചുകൊണ്ട് പോയി, പക്ഷേ അടിച്ചുകൊണ്ട് പോയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല, കാര്യം നിനക്കുള്ളതിനേക്കാൾ കൂടുതൽ ഇരട്ടി ദൈവം എനിക്ക് തന്നു, പിന്നെ നീ എന്തടിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. അതാണ് വിഷയം. ഒന്നും അടിച്ചുകൊണ്ട് പോയിട്ടില്ല, നിനക്ക് തോന്നിയത് അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കതൊന്നും വേണ്ട, ആവശ്യത്തിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ചേട്ടായിയെ വശത്താക്കാൻ വേണ്ടി മാനുഷികമായ ചില തന്ത്രങ്ങളാണ് യാക്കോബ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മാനുഷിക തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വെച്ചുകൊണ്ട് നീ മേൽക്കോയ്മ നേടാൻ നോക്കണ്ട, അതിനെ വിട്ടുമാറിയിട്ട് ദൈവവുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് വരണത് അങ്ങനെയാണ്. ഫൈറ്റ് വന്ന അവസാനം ഇവൻ്റെ എളി ഉളുക്കി കളയും. അപ്പോൾ യാക്കോബിന് മനസ്സിലാകും ഇനി ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ജീവിക്കാമെന്ന്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യുന്ന ഇടത്ത് വെച്ച് അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്റെ ഉടമയായി എന്നെ പുനഃക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ. ശ്രമിച്ച് പാടാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്യണത്. എന്താണ്? നീ എൻ്റെ മുമ്പാകെ വേദനിക്കുക, പിന്നെന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കുക. അതെന്താ ദൈവം അങ്ങനെ പറയാൻ കാരണം? ലോത്തിനെ പോലെ ആകരുതെന്നതിൻ്റെ അർത്ഥം. അതാണ് വിഷയം. നമ്മളെപ്പോഴും അത് ഒറ്റക്കത് വായിക്കുമ്പോൾ ഓർക്കും അതിൻ്റെ മുമ്പാകെ ദൈവമല്ലേ, ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കുമ്പോൾ കുറ്റമറ്റവനായിരിക്കേണ്ടത്. അങ്ങനെയല്ല പ്രശ്നം. ഒരു തേർഡ് പാർട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത്. എന്താണ്? 17:2 സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. എന്നിട്ട് ഇതിൻ്റെ അർത്ഥം ലോത്തിനെ പോലെ ആവരുത്, സോദോം നിവാസികളെ പോലെ ആവരുതെന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ കൂടെ അർത്ഥം അതാണ്. എന്ന് വെച്ചാൽ നിൻ്റെ കൂട്ടുകെട്ടുകൾ പരിശോധിക്കണമെന്നർത്ഥം. മനസ്സിലായില്ലേ? നീ ഏത് ഉടമ്പടി എടുത്താലും നിൻ്റെ കൂട്ടുകെട്ടുകൾ പൊളിയാണെങ്കിൽ, ഇപ്പം പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ മോശമെന്ന് അർത്ഥം, ഇപ്പം പൊളിയെന്ന് വെച്ചാൽ നല്ലത്. എന്തൊരു മനുഷ്യൻ്റെ ലാംഗ്വേജിൻ്റെ പോക്കി. അപ്പം നിൻ്റെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ഉടമ്പടി അത് ബാധിക്കും. അതാണ് വിഷയം. കാര്യം ലോത്തിന് സംഭവിച്ചത് എന്താ? അവൻ കൂടാരമടിച്ചപ്പോൾ സോദോമിനോട് ചേർത്ത് വെച്ച് കൂടാരമടിച്ചു. അതാണ് വിഷയം. അപ്പം നമ്മൾ സോദോം നിവാസികളെ അതുപോലെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ, വിശ്വാസമില്ലാത്തവരുണ്ടാവും, വിശ്വാസം എതിർക്കുന്നവരുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ളവരോടൊക്കെ ഗുഡ് ബൈ പറയണം ശരിക്കും. അത് ഭയങ്കര വിഷയമാണ്. ഉടമ്പടി കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയണത്. അപ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്ക് എപ്പോഴും എതിർപ്പ് പറയുന്നവരും വിശ്വാസത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്തവരും അവരോടൊക്കെ നമുക്ക് സഹവർത്തത്തിൻ്റെ ഒരു ആവശ്യമില്ല. എന്താ കാര്യം? ഉടമ്പടിയുടെ കാലമെന്ന് പറയണത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കാലമാണത്. കാര്യം ദൈവവും നീയും തമ്മിലുള്ള ഒരു സ്വകാര്യതയുടെ ഭാഗമായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് തന്നെ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്?
നാശക്കുഴിയിൽ നിന്ന് നിന്നെ പാറമേൽ ദൈവം നിർത്താൻ പോകുകയാണ്.